നാനി പ്രസന്റ് ചെയ്ത കോട്ട് പറഞ്ഞിട്ടുള്ള സിനിമ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരുവിധം എല്ലാവരും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പടമാണെന്ന് തോന്നുന്നു. അതിനെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് എല്ലാവരും കണ്ട പടം. അതിലൊരു വക്കീലായിട്ട് ഒരു ആക്ടർ ഇല്ലേ, പ്രിയദർശി, ആളുടെ ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സാരംഗപാണി ജാതകം എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇതിൽ ആളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആസ്ട്രോളജി പൈത്യം അല്ലെങ്കിൽ ഒരു ജാതക പൈത്യം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുക വെച്ചാൽ പാലക്കാട് കടലില്ല, സ്റ്റിൽ നാളത്തെ പേപ്പറിൽ വരികയാണെങ്കിൽ പാലക്കാട് ഇന്ന് സുനാമി ഉണ്ടാവും, നിങ്ങൾ പുറത്തിറങ്ങിയ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ആക്ടർ. അതായത് ജാതകത്തിൽ എന്ത് പറഞ്ഞോ അത് അങ്ങേര് വിശ്വസിക്കും. ഇപ്പൊ ഇങ്ങേര് പരീക്ഷ എഴുതാൻ പോകണമെങ്കിൽ 10th എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ജോത്സ്യനെ കാണും. അപ്പൊ ജോത്സ്യൻ പറയും നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങേര് അതിനനുസരിച്ച് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും. ഇനിയിപ്പോ +2 എക്സാം എഴുതാൻ മുമ്പ് ജോത്സ്യൻ പറയുന്നത് നീ ജസ്റ്റ് പാസ് ആവുകയുള്ളൂ പറയുമ്പോൾ അങ്ങേര് അതിനനുസരിച്ചേ പഠിക്കുള്ളൂ. ഒക്കെ ഡെസ്റ്റിനിയുടെ കളിയാണെന്നാണ് അങ്ങേര് വിശ്വസിക്കുന്നത്. സോ ഒരു സമയത്ത് ഇങ്ങേര് പോയിട്ട് കൈനോട്ടക്കാരുടെ അടുത്ത് കൈ നോക്കാൻ കൊടുക്കുമ്പോൾ അങ്ങേര് കുറച്ച് കാര്യങ്ങൾ പറയും, നിന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പടം കാണാൻ ഒരു രസവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. കുറച്ച് കാലത്തിന് ശേഷം ഹാഡ് സം ലൗഡ് ലാഫ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു പടം ഞാൻ കുറെ ചിരിച്ചു. ചിരിക്കാൻ അത്യാവശ്യം നല്ലോണം ഉണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല ഡീസെന്റ് ഫസ്റ്റ് ഹാഫ്, ഫോളോഡ് ബൈ ഒരു ഓവർ ദ ടോപ്പ് സെക്കൻഡ് ഹാഫ് ആയിട്ട് തോന്നി. അതായത് ഈ മറ്റേ സംക്രാന്തിക്ക് വസ്തുന എന്നൊക്കെ പോലെ കുറച്ച് ഓവർ ആക്ടിങ് കാര്യങ്ങളൊക്കെ വേണ്ട ഒരു സെക്കൻഡ് ഹാഫ്. ടുവേർഡ്സ് എന്റെ വെട്ടം സിനിമയത്തെ കുറച്ച് സീൻസ് പോലെയൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. എനിക്ക് പേഴ്സണലി അത്യാവശ്യം ചിരിക്കാനുള്ള നല്ലൊരു പടമായിട്ടാണ് തോന്നിയത്. വെട്ടം പോലത്തെ പടം ഒന്നും ഞാൻ പറയില്ല, അങ്ങനത്തെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സിനിമ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് കുറച്ച് വെറുപ്പിക്കലാണ്. ഒരു റൊമാൻറ്റിക് ട്രാക്ക്, ലവ്, ഹണി, ബേബി എന്നൊക്കെ വിളിച്ചിട്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വേഗം കണ്ടു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രസമാണ് കേട്ടോ. സോ ഇതില് ഇങ്ങേരായി മറ്റേ പ്രിയദർശിയുടെ ഫ്രണ്ട് ആയിട്ട് വെണ്ണില കിഷോറാണ് അഭിനയിച്ചിരിക്കുന്നത്. അങ്ങേര് ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. നല്ല രസമുള്ള കുറെ തമാശ സീനൊക്കെ ഉണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ട്രൈ ഇറ്റ് ഔട്ട്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഞാൻ മറ്റേ നമ്മുടെ പങ്കജ് ത്രിപാഠിയുടെ ക്രിമിനൽ ജസ്റ്റിസ് പുതിയ വേർഷൻ വന്നിട്ടുണ്ട്. അത് കാണാതിരുന്നായിരുന്നു. പക്ഷെ 3 എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അടുത്ത വ്യാഴാഴ്ച എന്തോ അടുത്ത എപ്പിസോഡ് ഇറങ്ങുള്ളൂ. കഴിഞ്ഞ സീസണും ഇതേപോലെ തന്നെ ആയിരുന്നു. ആദ്യം കുറച്ച് എപ്പിസോഡ് ഇറങ്ങി, പിന്നെ എല്ലാ വ്യാഴാഴ്ചയും ഓരോ എപ്പിസോഡ് വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മൊത്തം കണ്ടിട്ട് വന്നിട്ട് കാണാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഈ പടം കണ്ടു. സോ ഐ ഹാഡ് സം ഗുഡ് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ട്രൈ